എന്താ ചിപ്പു എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ആളാ? അതെ. എന്താ പേര്? ആര്? എന്താ പേര് ചോദിക്കുക? ആചിപ്പു. ചിപ്പുല. ഞാൻ അവിടെ ഗ്രൂപ്പിൽ നിങ്ങള് സിറാജ് ഭായ് പിന്നെ ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷിർക്കാന്ന് എഴുതി വിട്ടല്ലോ. അത് ഷിർക്കാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയാന്ന് വിശദീകരിച്ചിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഖുർആനിലായത്തുണ്ട് മരിച്ചവരോട് സഹായം ചോദിക്കല് ഷിർക്കാന്ന്. ആൾക്കാർ എങ്ങനെ മുശ്രിക്കായി എന്ന് പറയുന്നത്, ശിർക്ക് വരുന്നത് എങ്ങനെയെന്നെല്ലാം ഖുർആനിൽ കുറെ ഇതാകുന്ന ഒരായതൊന്ന് വിശദീകരിച്ച് തരും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ആയിത്തരാം. നിങ്ങൾ പറഞ്ഞു തരും. ഏതാ ആയത്ത് ഏതാണ് നിങ്ങൾ പറഞ്ഞാലും മതി. ഒന്ന് മുശ്രിക്കുകൾക്ക് ഇറക്കപ്പെട്ട ആ ടൈമിൽ ഇറക്കപ്പെട്ട ആയത്തുണ്ട്, കുറെ ആയത്തുണ്ട്. എല്ലാം ഒരായത്ത് പറഞ്ഞു. ഞാൻ ഇസ്തിഹാസൊക്കെ ചെയ്യും, ഞാൻ സമസ്തക്കാരനാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ നമുക്കൊന്ന് പഠിക്കാന്ന് കരുതിയിട്ടേ സത്യാവസ്ഥ എന്താന്നുള്ളത് അറിയാൻ വേണ്ടിട്ടേ. അല്ല, നിങ്ങൾ വോയിസ് വേണ്ട, എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. എനിക്ക് ഈ മൗലികമാരുടെ പ്രസംഗമൊന്നും വേണ്ട. അല്ല, ഞാൻ ഏതാണ് ഖുർആൻ ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാണത്? അല്ല, പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് ആയത്തിട്ട് തരാം. അതെ, ഒന്ന് പറയാൻ കഴിയോ? ആയത്തിട്ടാ മതിയില്ല. അല്ല, അത് ഏതാണ് ആയത്ത് നിങ്ങൾ കണ്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നൂടെ? ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഇപ്പൊ ഇടാം. ഒരു മിനിറ്റ്. നിങ്ങളത് നോക്കിയിട്ടൊന്ന് പറയൂ. എന്നാല് തർക്കിക്കാനല്ല, നിങ്ങളത് ഫോണിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ അത് ഹയറായിരുന്നു. കാരണം നമുക്ക് മറ്റേ തർക്കിക്കാനുള്ള ഒരു രൂപത്തിലല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാനിത് ഗ്രൂപ്പിലിടാം. അതിനായിട്ട് നമുക്ക് കോൾ ആയിട്ട് സംസാരിക്കാം. ഏതാണ് ആയത്ത് പറഞ്ഞു തരാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഇതിന്റെ അടുത്ത് ഡിക്ഷണറി ഒക്കെ ഉണ്ട്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോളാം. അപ്പൊ നിങ്ങൾ അതാ ചോദിക്കണത്, നിങ്ങൾ ബുദ്ധിമുട്ടാക്കല്ല. ഓക്കെ, ശരി. നിങ്ങളൊന്ന് ഇട്ടെന്നാലും ഇൻഷാല്ലാ. പിന്നെ ഞാൻ ആയത്ത് കണ്ട്. അപ്പൊ അന്നൽ മസാജിദിലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്നുള്ള ആയത്തുണ്ട്. അല്ല, അതിൽ ഒന്ന് ഫസ്റ്റിലിട്ടതല്ലേ? കൊറേ ആയത്തുണ്ട്. അതെ, അതിലിപ്പോ ഒന്നാമതായിട്ട് നിങ്ങൾ കൊടുത്തൊരായത്ത് അന്നൽ മസാജിദിലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്നുള്ള ആയത്തല്ലേ? അതിലെവിടെ മരിച്ചോലോട് ചോദിക്കരുതെന്ന്? അതിലെവിടെ ഏത് പദത്തിന്റെ അർത്ഥാണ് മരിച്ചോലോട് ചോദിക്കരുതെന്ന്? അല്ല, ആ ആയത്തിലില്ല. ആയത്തില് നിങ്ങൾ മരിച്ചവരോട് ചോദിക്കുന്നില്ലേ? അതായത് മരിച്ചവരോട് സഹായം ചോദിക്കരുത് ആയത്തിൽ ഏത് പദത്തിന്റെ അർത്ഥാന്നാ ചോദിച്ചേ? നിങ്ങള് മരിച്ചവരോട് തേടുന്നുണ്ടാ? അല്ല, നിങ്ങളിപ്പോ അല്ല, ഞാന് തർക്കിക്കാനല്ല, നിങ്ങളിപ്പോ ഒരു ആയത്ത് കിട്ടിയില്ലേ? അന്നൽ മസാജിദിലില്ലാ. അല്ല, ഇപ്പൊ ഒരു ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിലത്തെ ചർച്ച നമുക്ക് ഇങ്ങനെ ആവുമ്പോ എന്താ അറിയാം, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലോ. ഈ അന്നൽ മസാജിദിലില്ലാ, തീർച്ചയായിട്ടും പള്ളി അള്ളാഹുവിനിക്കുള്ളതാകുന്നു. ഫലാ തദ്ഉ, അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഫലാ തഅബ്ദു, നിങ്ങൾ ആരാധന അർപ്പിക്കരുത്. അല്ലാഹി, അള്ളഹാനോടൊപ്പം അഹദ, വേറെ ആരും ആരാധിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. അതിലെവിടെ മരിച്ചവരോട് ചോദിക്കരുതെന്ന്? അല്ല, ഇതിലിപ്പോ അങ്ങനെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഇട്ട ആയത്തിൽ അങ്ങനെ ഇല്ലല്ലോ. അല്ലാണ്ട് പള്ളിയിൽ നിന്ന് വേറെ ആരോടും ആരാധിക്കരുതെന്നുണ്ട്. അതൊന്നും ഓക്കെ അല്ല. അല്ല, അത് ഓക്കെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കാൻ പാടില്ല. അതിലിവിടെ തർക്കമില്ലല്ലോ. അള്ളാഹ്ക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ല, ഈ മരിച്ചവരോട് ചോദിക്കരുത് ആയത്തിലുണ്ടോ? പിന്നെ നിങ്ങൾ ഇതിന് ആയത്തിട്ട് ചപ്പോ അന്നിക്ക് പിന്നെ താഴെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്താണ് വേറെ ഇട്ടത്. അതിന്റെ അർത്ഥം എന്താണ്? മരിച്ചവരോട് സഹായം ചോദിക്കരുത് അതിലെവിടെ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ പറയല്ല. അതായത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. കോളില് ചർച്ചയില്ല. ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളോട് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. മോശമല്ല, ഇതിന്റെ സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇത് ഒരു റെക്കോർഡിംഗ് ആക്കാനാ അല്ല വേറെ? അത് റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഇതിന്റെ വിഷയമല്ല. റെക്കോർഡ് ആക്കിയിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സംഗതി തീരുമാനമായില്ലേ? എന്നാ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യണ്ടല്ലോ. വിചാരിച്ചിട്ടാ കഴിയല്ലോ. ഞാൻ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾ പോവല്ലപ്പാ. എന്താപ്പാ ഇതിന്റെ വിഷയമൊക്കെ സംസാരിക്കുമ്പോ കുറച്ചൊരു ക്ഷമയൊക്കെ കാണിച്ചൂടെ?
ക്ഷമ കാണിച്ചിട്ട് തന്നെ അതായത് ഇയ്യാക്കനാബുദ് പിന്നെ ഒരു ആയത്തുകൾ ഇട്ടത് ഇയ്യാക്കനാബുദ് ഇയ്യാക്കനസ്തഈൻ എന്നുള്ള ആയത്താണ്. അതിൽ മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പൊ ഞാനതിലും മെസ്സേജ് കറക്റ്റ് ഇട്ടുതരാം. 10 ആയത്ത് ഇട്ടിട്ടുണ്ട്. അല്ല ഇപ്പൊ 10 ആയത്തോടെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങള് യാതൊരു ബന്ധമില്ലാത്ത ആയത്താണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ 2 ആയത്ത് ഓതിയത് ഇസ്തിഗാസ മരിച്ചവരോട് സഹായം ചോദിക്കാൻ പാടില്ല അതിലില്ല. പിന്നെ വമാ അൻത ബി മുസ്ലിം മംഫിൽ ഖുബർ കബറാളിയെ കേൾപ്പിക്കാൻ പറ്റൂല എന്നുള്ള ആയത്താണ് അല്ലേ? അതിനാരെ പറഞ്ഞ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിക്കാൻ പറ്റുമോ? ജീവിച്ചിരിക്കാൻ അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. മരിച്ചവർക്കും അള്ളാഹ് കഴിവ് കൊടുത്തിട്ടില്ലേ കേൾപ്പിക്കാനുള്ളേ? ഇവിടെ കഴിവ് കൊടുത്തിട്ട് അള്ളാഹ് പറഞ്ഞത് അഥവാ അവർ കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യലാം. ആര്? മരിച്ച ആൾക്കാർ. ഇന്നാലില്ല, അങ്ങനെ ഒരു ആയത്തിലില്ല. ഞാൻ ഇട്ടുതരാം. മരിച്ചാൽ തന്നെ കേൾക്കൂല കേട്ടാൽ ഉത്തരം ചെയ്യില്ല. അത് ഏതാ ആയത്ത്? അത് നിങ്ങളെ മൗലവിമാര് പറ്റിച്ചതല്ലേ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞുതരാം. അതല്ല ഇപ്പൊ നിങ്ങള് വിളിച്ചാൽ തന്നെ കേൾക്കൂല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഓഹും നിങ്ങൾ അവരെ വിളിച്ചാൽ അതിന്റെ അർത്ഥം ആരെ വിളിച്ചാൽ അത് മൗലവിമാര് പറഞ്ഞൊന്ന് മരിച്ചോലെ വിളിച്ചാൽ അതിൽ അങ്ങനെയല്ല, നോണ പറഞ്ഞതാ. കാരണം അതിന്റെ അർത്ഥം പിന്നെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരെ വിളിച്ചാലും തൊട്ടു മുമ്പത്തെ ആയത്തിലുണ്ട് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ വിളിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ തഫ്സീറുകളിലൊക്കെ കാണാം ഇനി അല്ല ആലിഹത്തല്ലത്തി തദ്ഊനഹാ മിൻ ദൂനില്ല, അള്ളാനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ വിളിച്ചാൽ അവരെ വിളി കേൾക്കൂല കേട്ടാലും ഉത്തരം ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ വെച്ചതാണ് മരിച്ചോല് കേൾക്കൂല കേട്ടാലും ഉത്തരം ചെയ്യില്ലാന്ന്. അത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ ഹബീബി? ഇഷ്ടത്തെ കുറിച്ചപ്പോ ഞാൻ ചർച്ച ചെയ്തത്. ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാനാണ്. ഇനിയിപ്പോ മുസ്ലിം മൻഫിൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കബറാളി കേൾക്കൂല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം, കേൾപ്പിക്കൂല എന്നല്ലേ? അല്ലാത്തതിനൊക്കെ കഴിയുമല്ലോ. ഒറ്റക്ക് മനസ്സിലായാ പോരാ. അല്ല ഇത് നമുക്ക് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം, അതിന് കുഴപ്പമില്ലല്ലോ. കാരണം എന്താ പറഞ്ഞാൽ ദീന്റെ വിഷയം ആയത്തോ ഹദീസൊക്കെ അല്ലേ? അതന്നെ ദീന്റെ വിഷയമാണ്. ഒറ്റക്ക് മനസ്സിലായാൽ പോരാ. അല്ല ഇത് ഞാൻ അങ്ങോട്ട് ഇടും, ഫോർവേഡ് ചെയ്യും, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ പിന്നെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലിട്ടത് മെസ്സേജ്. നമുക്ക് കോൾ ആക്കിയിട്ട് സംസാരിക്കണ്ട ഗ്രൂപ്പിൽ. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ കോളായിട്ട് സംസാരിക്കുമ്പോ കൃത്യമായിട്ട് മുന്നോട്ട് പോകൂലേ? തർക്കിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് മനസ്സിലായില്ലേ? അതിൽ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ വിളിച്ചാൽ കേൾക്കൂല. ഇങ്ങനെ കുറെ ആയത്തുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കാൻ പാടില്ല എന്നുണ്ട്. അതുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആയത്തുണ്ട്. ഇങ്ങനെ ധാരാളം ആയത്തുണ്ട്. ഇതൊക്കെ പാടെ മരിച്ചവരോട് സാധിക്കാൻ പാടില്ല എന്നാക്കി മാറ്റിയാല് പ്രയാസല്ലേ? ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അല്ല ഗ്രൂപ്പിലേക്ക് ആയാലും ഇപ്പൊ സംസാരിച്ചാലും മാത്രമായിട്ട് ഇട്ടല്ല. അല്ല ആയിക്കോട്ടെ, നമ്മക്കിപ്പോ ഇനിയിപ്പോ ഞമ്മക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇട്ട് കൊടുത്താൽ സംഗതി തീർന്നല്ലോ. അതിന് വേണ്ടിട്ടാ ഞമ്മക്ക് അതിൽ മൊത്തം ചർച്ച ചെയ്യാം. അല്ല ഇതിപ്പോ എന്തിനാ ചർച്ച കഴിഞ്ഞില്ല? ഇതിപ്പോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ല. ഇനിയിപ്പോ ചർച്ച ചെയ്യേണ്ട സത്യം മനസ്സിലാവും. ചർച്ച കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇതിനെ കുറിച്ചിട്ട് എന്ത് ചർച്ച ചെയ്യാൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആയത്തുണ്ടാന്ന് കേട്ട് ഞാൻ ആയത്തുണ്ടെന്ന് പറഞ്ഞു. ഇനി വേറെ ഉണ്ടോ? എന്നാ വേറെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് ആയിക്കോട്ടെ. ആയിക്കോട്ടെ കൊണ്ടിരിട്ടോ, അത് കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. ശരി, ആയിക്കോട്ടെ കൊണ്ടിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്.